ഏകദേശം 200ഓളം രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഇതാണ്. ഓരോ വർഷവും 16 ലക്ഷം പേരെ മരണത്തിലേക്കും രോഗത്തിലേക്കുമൊക്കെ തള്ളിവിടുന്ന 110 ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക ബാധ്യത അവികസിത രാജ്യങ്ങൾക്ക് ഓരോ വർഷവും ഉണ്ടാക്കുന്ന ഒന്ന്. പറഞ്ഞു വരുന്നത് സുരക്ഷിതമല്ലാത്ത മാലിന്യം കലർന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. എല്ലാ വർഷവും ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. മാലിന്യമുക്തമായ സുരക്ഷിതമായ ഭക്ഷണത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലോകത്തെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ദിനം പ്രതി 10 മലിനീകൃതമായ ഭക്ഷണം കഴിച്ച് രോഗിയായി മാറുന്നുണ്ട്. ഭക്ഷ്യജന്യ രോഗങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും അവയെ തടയുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ശാസ്ത്രത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ 2025 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ തീം ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നാണ്. 2008 ഡിസംബറിൽ നടന്ന UN പൊതുസഭാ സമ്മേളനമാണ് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുവാൻ തീരുമാനമെടുക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 ജൂൺ 7 മുതൽ കൃത്യമായി ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിച്ചു വരുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും WHO ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നതിന് മുൻകൈയെടുക്കുന്നു. 2024 ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ തീം കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ് എന്നായിരുന്നു ആ തീം. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7 എന്നാൽ ലോക ഭക്ഷ്യദിനം എന്നാണ്. അത് ഒക്ടോബർ 16